ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി. അത് 1-2 വർക്കുകൾ. അത് ഹെഡിൻ്റെ സൈഡിൽ നിന്ന് ഒരു ലീക്കേജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് പ്ലേ കൂടുതൽ, അതേപോലെ ചെയിൻ ടൈറ്റ്, അങ്ങനെ 1-2 വർക്കുകൾ മാത്രമേ ഉള്ളൂ. സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കൊന്നുമില്ല. ഈ ഓയിൽ ലീക്കും അങ്ങനെ 1-2 കേസുള്ളൂ. അപ്പോൾ നമുക്ക് ഹെഡിൻ്റെ ഈ കവർ നമ്മൾ അഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓറിങ് കംപ്ലയിൻ്റ് ഒന്നാണ് ഓയിൽ ലീക്ക് വരാനായിട്ടുണ്ടായ കാരണം. അപ്പോൾ നമ്മളത് മാറ്റണുണ്ട്. കൂട്ടത്തിൽ കൂടെ തന്നെ അതിൻ്റെ ഹീറ്റ് കവറിൻ്റെ മുകളിൽ വന്ന 2 ഓയിൽ സീലുണ്ട്. അതും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അത് രണ്ടും ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ഫുട് റെസ്റ്റിൽ ഇതേപോലത്തെ ബോൾട്ട് പോയിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത് ഇടണം. അങ്ങനെ 1-2 വർക്കുകളൊക്കെ ഉള്ളൂ. പിന്നെ സൈഡ് സ്റ്റാൻഡ് പ്ലേ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡിന്, യൂണിക്കോണിൻ്റെ സൈഡ് സ്റ്റാൻഡിന് നോർമൽ സാധാരണ രീതിയിൽ ഒരല്പം പ്ലേ കൂടുതൽ കാണിക്കും. ഇതിപ്പോൾ സൈഡ് സ്റ്റാൻഡും കംപ്ലൈൻ്റ് ആണ്. സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ ഭാഗമൊക്കെ തേയ്മാനം വന്ന് പോയിട്ട് അതിൻ്റെ ഒരു പ്ലേയും കൂടി ഉണ്ട്. തന്നെയല്ല അടിഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വന്ന് ഗ്രൗണ്ടായിട്ട് ടച്ച് ആവുന്ന ഭാഗമൊക്കെ അത്യാവശ്യം തേയ്മാനം വന്ന് പോയേക്കണതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സൈഡ് സ്റ്റാൻഡ് കുറച്ച് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയും. എന്നൊരു 100% അത് കുറയാനും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ഈ വണ്ടിയുടെ ലോഡ് ഫുള്ള് നമുക്ക് ഈ ചെരിവ് അനുസരിച്ചിട്ട് സൈഡ് സ്റ്റാൻഡിലേക്ക് വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേയ്മാനം സൈഡ് സ്റ്റാൻഡ് കാണിക്കും. സ്റ്റാൻഡ് മാത്രമല്ല, അതിൻ്റെ ഈ കറക്റ്റ് ഈ ബേസ് ഉണ്ടല്ലോ, ഇതും കൂടിയിട്ടാണ് തേയ്മാനം വരിക. അതേപോലെ തന്നെ ഈ ബോൾട്ടും നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ ആ ഒരു ലോഡ് എടുക്കുന്നതിൻ്റെ ഒരു ഇത്. ഈ ഭാഗമൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ വന്ന് തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റാൻഡും അതിൻ്റെ ബോൾട്ടും കൂടി മാറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഹെഡ് ലീക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓറിങ്ങും ആ ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. പിന്നെ ആ സൈഡിലത്തെ ബോൾട്ട് ഒരെണ്ണം ഫിക്സ് ചെയ്യുക. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റിന് ഡീറ്റെയിൽസും വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.